തിരുവോണത്തിന് ഇനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പനിഴായി. ആ പനിഴം ദിവസത്തെ പൂക്കളം കണ്ടാൽ ഇന്ന് നമ്മുടെ പൂക്കളത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതുവരെ ഇല്ലാത്ത നിറമായിട്ടുള്ള മഞ്ഞ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ആകെ ഒരൊറ്റ പൂവാണുള്ളൂ, കോളാമ്പി പൂ. ഇന്നലെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഒരേ ഒരു മൊട്ട് കിട്ടിയതാണ് കേട്ടോ. അമ്മയ്ക്കാണ് കിട്ടിയത്. അമ്മ അത് കണ്ടപ്പോൾ തന്നെ കയ്യോടെ പൊട്ടിച്ചു. പക്ഷെ അത് വിരിയുമെന്ന് കരുതിയില്ല, പക്ഷെ നന്നായി വിരിഞ്ഞു കേട്ടോ. അങ്ങനെ അത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചെമ്പരത്തിയാണ് കേട്ടോ ഇടുന്നത്. ചെമ്പരത്തിയും ആ ഒരു മഞ്ഞയും ചുവപ്പും വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. എനിക്ക് അത് അല്ലെങ്കിലേ ഇഷ്ടമാണ്. പക്ഷെ മഞ്ഞപ്പൂ എവിടെയും കിട്ടാനില്ല. ഇത്തവണ ആണെങ്കിൽ പൂവ് ഒരുപാട് കമ്മിയാണ്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലൊക്കെയാണ് ഓണച്ച ഇത്തിരിയും കൂടി പൂവൊക്കെ ഉണ്ടായി വരുന്നതെന്ന്. ഇവിടെ ചേഞ്ചി റോസ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ പൂക്കളത്തിൽ നല്ല രസമാണ് കേട്ടോ. പക്ഷേ അതിലൊന്നും കാര്യമില്ല. നടുക്കിലൊക്കെ ഞങ്ങൾ എത്ര ചേഞ്ചി റോസൊക്കെ ഇവിടെ എത്ര എണ്ണം ഉണ്ടായിരുന്നു വെച്ചിട്ട് അവർ ഒരു 5 എണ്ണമൊക്കെ കിട്ടിയാൽ അത് മാത്രം കൊണ്ട് വേണമെങ്കിൽ പോടാം. അങ്ങനെ പോവാതെ വലിയതാണല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടും കൂടിയില്ല. എനിക്ക് തോന്നുന്നു ഓണം കഴിയുമ്പോഴേക്കും ഇവിടെ പൂക്കളുടെ ബഹളമായിരിക്കും. കൃഷ്ണഗിരിയുടെ അമ്മ നട്ടതാണെങ്കിൽ പൂത്തിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ പറ്റും തോന്നുന്നില്ല. അത് മൊത്തത്തിൽ വിരിഞ്ഞാലാണല്ലോ അത് ഉപയോഗിക്കുക. പൂവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടേതായിട്ടുള്ള ഡിസൈനൊന്നും പുറത്തെടുക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. കാരണം ഞാൻ ഈ പൂവിടലൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഒരു ദിവസം ഒരെണ്ണം പരീക്ഷിച്ചാൽ പിറ്റേ ദിവസം വേറെ ഒന്ന് പരീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ അതൊന്നും ചെയ്യാനായിട്ട് ഇപ്രാവശ്യം പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ഉത്തരാടമൊക്കെ ആയിട്ട് പൂ വാങ്ങിച്ചിട്ടെങ്കിലും ഇടാം കേട്ടോ. അത് പരമാവധി നോക്കുന്നുണ്ട്. പിന്നെ തിരുവോണത്തിന് എന്തായാലും വാങ്ങിക്കാറൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും അപ്പം നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ നോക്കാമെന്നേ പറയുന്നുള്ളൂ. കാരണം എൻ്റെ കാര്യമാണ്. ഇന്ന് തന്നെ കണ്ടോ വെയിലൊക്കെ ആയിട്ടാണ് ഞാൻ പൂവിടുന്നത് തന്നെ. കാരണം എണീക്കാൻ വൈകി, നല്ല ക്ഷീണം ബാധിച്ച പോലെ ഉറക്കമായിരുന്നു എൻ്റേതായിട്ടുള്ള ഇന്ന് പരിപാടി. പിന്നെ കണ്ടോ എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡ് വരെ വെയിലത്ത് നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് അല്ലേ. ഇപ്പോഴാണ് ഞാനതൊക്കെ നോക്കണത് തന്നെ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ തിരുവോണത്തിൻ്റെ അന്ന് മത്സരമൊക്കെ ഉണ്ടാവാറുണ്ട്, പൂക്കള മത്സരം കേട്ടോ. അപ്പോൾ അതിന് വീട്ടിലിടുന്ന പൂക്കളം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പങ്കെടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായാലും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ പൂക്കളം എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പൂക്കൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. നാളത്തെ പൂക്കളായിട്ട് നാളെ കാണാം. ബായ്.